ഈ പ്രവീൺ പ്രണവ് സീനൊക്കെ കഴിഞ്ഞ് പ്രവീണിൻ്റെതായിട്ടുള്ള വീഡിയോസും പ്രണവിൻ്റെതായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ ചാനലിനകത്ത് പ്രവീണിൻ്റെ കുട്ടിയുടെ കാര്യങ്ങളും അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ വീട് വാങ്ങാൻ പോകുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ കോണ്ടന്റ് അങ്ങനെ പോകുന്നു. ഇപ്പുറത്തെ അച്ഛൻ അമ്മ പ്രണവ് അവരുടെ കോണ്ടന്റ് ഒരു വഴിക്ക് പോകുന്നു. ഇനി എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു കോണ്ടന്റ് ചെയ്യാൻ പാടില്ലേ? എനിക്കറിയാൻ പാടില്ലാണ്ടിരിക്കും. ഇവർക്കൊരു കോണ്ടന്റ് ചെയ്യുന്നത് എന്തെങ്കിലും വലിയ തെറ്റാണോ? ഓക്കെ, ആ ഒരാൾ വന്നാണ്. അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴ ഫാമിങ് ഇതാണ് അവർ റീസെൻ്റ്ലി 2 ദിവസം മുമ്പ് ചെയ്തൊരു കോണ്ടന്റ്. ഒരു വാഴ വെച്ചു. ഓക്കെ ഓക്കെ വ്യൂവേഴ്സിന് ചിലപ്പോൾ ഇങ്ങനെ തോന്നാം, അയ്യോ വാഴ വെച്ചു, അപ്പം അച്ഛനും അമ്മയും അനിയനും ചേർന്നിട്ട് ഏട്ടനിട്ട് കുത്തിയതാണോ? ഏത് നാട്ടിലങ്ങനെയാണല്ലോ, വാഴ സിനിമയ്ക്ക് ഭയങ്കര ഹിറ്റല്ലേ. നമ്മളൊന്നും ആയില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി പൊതുവേ ഉണ്ടല്ലോ. മനസ്സിലായ ഈ അച്ഛനമ്മയ്ക്ക് ഒന്നും ചെയ്തു കൊടുക്കാത്ത, കുടുംബത്തിനൊന്നും ചെയ്യാത്ത, വെറും വാഴയല്ലേ എന്നാ പറയുമ്പോൾ വാഴയെന്നാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ വാഴ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് അടിമുടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അത്രയും കിട്ടുന്ന സാധനമാണ്. അപ്പം എന്താണെങ്കിലും വാഴ ഫാമിങ് ഭയങ്കര സീനായി, കമൻറ്റ് ബോക്സ് കത്തി. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും വാഴ ഫാമിങ് കറക്റ്റ് ടൈമിലാണ് ഇവർ ഇട്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എനിക്ക് പക്ഷേ ഇത് കണ്ടപ്പോൾ പ്രത്യേകിച്ച് ഇതിൽ ഇവർ പേഴ്സണലി ഒരാളെയും പിടിച്ച് കുത്തിയതായിട്ടോ അല്ലെങ്കിൽ ഇവരുടെ പേഴ്സണൽ ഇഷ്യൂസ് ഇതിനകത്ത് വെച്ച് സംസാരിച്ച പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ആയില്ല. ബട്ട് ഇവരുടെ വ്യൂവേഴ്സിനും കമൻറ്റ് ബോക്സിനും ദേ ഫീൽ സംതിങ് ഡിഫറെൻറ്റ്. ഓക്കെ, എന്താണെങ്കിൽ നമുക്ക് നോക്കാം. ഹേ ഗൈസ്, വെൽക്കം ടു എ പുതിയൊരു വ്ളോഗ്. അപ്പോൾ ഇന്നൊരു വാഴ വ്ളോഗാണ് സുഹൃത്തുക്കളെ. ഈ വാഴ വെച്ചിട്ട് കുറേ ദിവസങ്ങളായി. വാഴ നല്ലോണം വളർന്നു കേട്ടോ. പിന്നീട് അങ്ങോട്ട് പോവാനായിട്ടൊന്നും പറ്റിയില്ല, അതിന് പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു. വാഴ വെച്ചിട്ട് ആ സൈഡിലോട്ട് പിന്നെ ഞാൻ മൈൻഡേ ചെയ്തിട്ടില്ല. എനിക്ക് വെച്ചപ്പോഴത്തേന് എനിക്ക് വാഴയ്ക്ക് വെള്ളം ഒഴിക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ നടന്നില്ല കേട്ടാ. കിളിച്ച് ഞാൻ ഒരു വാഴ വെച്ചായിരുന്നു ഗൈസ്, അത് കിളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വാഴയുടെ തൈ മേടിക്കാൻ പോയതും വാഴ വെച്ചതും ഒക്കെ ആയിട്ടൊരു ചെറിയൊരു വീഡിയോ ഉണ്ട്. വാഴ 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 ഇതാണ് കോണ്ടന്റിൻ്റെ കംപ്ലീറ്റ്. ഓക്കെ, എല്ലായിടത്തും വാഴ വാഴ വാഴയാണ്. ഇപ്പം കമൻറ്റ് ബോക്സിലേക്ക് പോകുമ്പോൾ കൊച്ചു ജോലി ചെയ്യുമെന്ന് കാണിക്കാനാണോ ഈ പ്രഹസനങ്ങളൊക്കെ? തള്ളയും തന്തയും വളർത്തി വലുതാക്കിയിട്ട് അവർക്ക് ബെനിഫിറ്റ് കിട്ടാനാണെങ്കിൽ വളർത്തണ്ട. അവർക്കുള്ള ജീവിതം അച്ഛൻ്റെയും അമ്മയുടെയും അടിമയായിട്ട് അവർക്ക് വേണ്ടി മാത്രം ജീവിക്കാനാണെങ്കിൽ കല്യാണം കഴിപ്പിക്കാൻ നിൽക്കരുത്. ഇതുപോലെ കുറേ എണ്ണമുണ്ട്. കെട്ടിയ പെണ്ണിനെ നോക്കാൻ പാടില്ല, എന്നിട്ട് അവർ സ്നേഹിക്കുന്നതോ കെയർ ചെയ്യുന്നതോ ഒന്നും പിടിക്കൂല. ഇതുപോലുള്ള തള്ളയും തന്തയും വാഴ നട്ട് തന്നെ ജീവിക്കട്ടെ. അല്ലാതെ കുട്ടികളെ ഉണ്ടാക്കുമ്പോൾ ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടി അവരുടെ ഇതുപോലെ ഈ അമ്മ പണ്ട് അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ മരുമോൾ ആയിരുന്നപ്പോൾ, അതുപോലെ ഇനി മക്കളെയെങ്കിലും അനുഭവിക്കാതെ എന്ന് തോന്നണ്ടേ. അല്ലാണ്ട് മരുമകൾ പെരയിലോട്ടും മരുമകളെ പേരിലോട്ടും പേരക്കുട്ടിയും എല്ലാം മോശം പറയാനാണ് വേണ്ടിയാണോ ഇത്രയും സംസ്കാരമില്ലാണ്ട്? എത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല. മക്കളെ നല്ലോണം ജീവിക്കുമ്പോൾ അതിൽ മരുമക്കളോട് എല്ലാം അസൂയ വെക്കുന്നതിൽ നല്ലത് അവർ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ്. അവൻ്റെ മോനെ മുഴുനീള കമൻറ്റ്. അതായത് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ടോക്സിക് കമൻറ്റ് ബോക്സ് എന്ന് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ വാഴ വെച്ച കണ്ടന്റ് ചെയ്തപ്പോഴത്തേക്ക് അമ്മ ഏറിപ്പോണ്, അച്ഛൻ ഏറിപ്പോണ്. അമ്മ ഏറിപ്പോണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുമകൾ അമ്മായിയമ്മ സ്കീമിലാണ് അമ്മേനെ പിടിച്ച് നാട്ടുകാർ എയറിൽ പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ വാഴ കൃഷി റിലേറ്റഡ് അല്ലെങ്കിൽ വാഴയുടെ വളർച്ചയും കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഓഹോ ഈ തന്തയും തള്ളയും കൂടിയും കാണിച്ചിട്ട് ഇപ്പോൾ ചെക്കൻ്റെ പ്രശ്നമാണോ എന്നുള്ള ആ സ്കീമിൽ അച്ഛന് വരുന്നു. പിന്നെ കൊച്ചുവിനെ കാര്യം അറിയാമല്ലോ. ആദ്യത്തെ കമൻറ്റ് തന്നെ ഞാൻ വായിച്ചത് മറ്റേ നീ ഒന്നും ജോലി ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പൊതുവേ അവർ ആ ഒരു അൺമാസ്കിങ് വീഡിയോ ഇട്ട സമയത്ത് അതിനകത്ത് കൊച്ചു ജോലി ചെയ്യുന്നില്ല എന്നുള്ള കാര്യമൊക്കെയാണ് പ്രവീൺ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും വ്യൂവർഷിപ്പ് ഇതൊക്കെ മനസ്സിൽ വെക്കും. എന്താണെന്നാലും ഞാൻ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യം പറയാം. ഫാമിലി ഈ ഡേ ടു ഡേ വ്ളോഗ് ചെയ്യുന്നവരുടെ കാര്യങ്ങൾ അവരുടെ വ്യൂവർഷിപ്പിന് മൈൻഡിലിരിക്കും, അത് അവർക്ക് അറിയും. എന്താണെങ്കിലും ഇങ്ങനത്തെ മൈന്യൂട്ടായ കാര്യങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് തന്നെയാണ് ഇവർ ഈ
കംപ്ലീറ്റ് വീഡിയോ ഓഡിറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്നോട്, എന്താണ് ഈ പ്രവീൺ പ്രണവിൻ്റെ ചാനലിൽ മാത്രം ഇത്ര വലിയ പ്രത്യേകത ഉണ്ടായിരുന്നത്, അവരുടെ കുടുംബ പ്രശ്നത്തിൽ മാത്രമാണ് നാട്ടുകാർ ഇത്രയും കൂടുതൽ ഇടപെട്ടിരുന്നത്, നിങ്ങൾ എന്തിനാണ് വീഡിയോ ചെയ്തിരുന്നത് എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് സീരിയൽ സിനിമ പോലെ തന്നെയാണ്. ഇപ്പോൾ ആളുകളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങൾ. അവരിതിലേക്ക് ഭയങ്കര ഡീപ്പായിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അവരെ കുടുംബ പ്രശ്നം പോലെയാണ് ഈ സംഗതി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അച്ഛൻ വാടയെ ചിക്കിയും മാന്തിയും പരിശോധിച്ചെടുക്കുകയുടെ സുഹൃത്തുക്കളെ കുലുക്കിയൊക്കെ ചോന്ന് ഈ ശരിക്കും ഇതെങ്ങനെ നോക്കുന്ന അന്ന് പറഞ്ഞ അതായത് ചുമ്മാ ഒരു ഷോയ്ക്ക് അങ്ങ് എടുക്കുക അങ്ങനെയൊന്നുമില്ല. എന്നാ പിന്നെ ഏതെങ്കിലും എടുത്താൽ പോലെ ഇത്ര താമസം പിന്നെ അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരും കണക്ക് തന്നെ. അച്ഛൻ ഞാൻ പറഞ്ഞ കണക്ക് ചെയ്യും. ഈ ഇലയുള്ളത് അത് പെട്ടെന്ന് കിളിക്കുന്നത് മണ്ടത്തരം കാണിക്കല്ലേ. ഇവിടെ അഴിവണോ? ഇത് അഴിവിട്ടേ പൊടുപ്പ് വരും. അഴിവിയ ഇത് പന്നലാവത്തി ഇവിടെയാണ് അഴിവുന്നത് ഈ ചുറ്റും. എന്നിട്ട് ഇതിനകത്ത് പൊടുപ്പ് വരുന്നത് നേരെ ശക്തിക്ക് വരും. ഈ മുളച്ച വാഴ നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോഴേ പിടിക്കും. പക്ഷെ പിടിച്ച് അങ്ങോട്ട് കയറി വന്നിട്ട് പിന്നെ ശക്തി കുറവായിരിക്കും. അതെന്ന് കഴിഞ്ഞാൽ പിന്നെ മന്ദഗതിയിൽ അവിടെ ഇരിക്കും. അപ്പൊ വളമിട്ട് കൊടുക്കണം, മനസ്സിലായോ? ഇലയൊക്കെ വന്നതിന് ശേഷം മറ്റേ പൊട്ടാസ്യം സൾഫേറ്റ് ഫ്യൂരിസൈഡ് ഒക്കെ എടുത്ത് ഇട്ട് കൊടുത്താൽ മുളച്ച് വരും. അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള വാഴയാണ്. നാച്ചുറലാ. നമ്മളങ്ങനെ വാഴയുടെ മൂടൊക്കെ മേടിച്ചേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ വാഴ വാങ്ങാൻ പോയി വാഴക്കന്ന് മേടിച്ച് കൊണ്ടുവരുമ്പോൾ ഇവർ പല കാര്യങ്ങളും ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അതായത് വാഴ റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് മുളച്ച് വരുന്ന കാര്യം, കന്ന് എങ്ങനെ നോക്കി തിരഞ്ഞെടുക്കണം എന്നുള്ളതും അങ്ങനെ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കമൻറ്റ് ബോക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്ത് പറഞ്ഞാലും എന്ത് മൈന്യൂട്ട് കാര്യം പറഞ്ഞാലും കമൻറ്റ് ബോക്സ് അത് പിടിക്കും, മനസ്സിലായി. എന്നിട്ട് നേരെ റിലേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാ, പ്രവീണിനെയും മറ്റേ വൈഫിനെ ആയിട്ടൊക്കെയാണ് ഇത് റിലേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത്. നിർത്തട തന്ത ഇല്ലാത്തവനെ പ്രവീൺ ആൻഡ് മുറു സിൻസിയറാണ്. പ്രവീൺ റീസൺ ഫുള്ള് പറഞ്ഞു. പിന്നെ വൈ ഷുഡ് വി സപ്പോർട്ട് പ്രണവ്. പിന്നെ എന്തിനാ നീ ഇത് കണ്ട് കമൻ്റ് ഇട്ടേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിനക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യണ്ട. പ്രവീൺ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഈ മണ്ടന്മാർ കമൻ്റ് ഇടുന്നവന്മാരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത്ര മണ്ടേഷാവരുത്. നിങ്ങൾക്ക് കാണും വേണം, കമൻ്റ് ഇടും വേണം, എന്നിട്ട് സപ്പോർട്ട് അപ്പുറം ചെയ്യും വേണം, ഇപ്പുറം ചെയ്യാൻ പാടില്ല. അപ്പോൾ ആരാണ് ശരിക്കും കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾ തന്നെയല്ലേ. എന്നിട്ട് മണ്ടത്തരം എഴുതി വിടും വേണം. 2 channels, 2 script, 2 separate revenue. It's all script by both brother and family, and that's why they didn't want to go ahead with case. അങ്ങനെ ചിന്തിക്കുന്നവർ ഇപ്പോഴും ഉണ്ടോടെ ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ? ഒമ്പട്ട കള്ളന്മാരെ. വാഴക്കന്ന് മേടിച്ചു 2-3 ആദ്യം കിട്ടും. 2-3 ഫ്രീ ആയിട്ടും കിട്ടി. ഫ്രീ ആയിട്ട് കിട്ടിയതിന്റെ സന്തോഷമാണ് അച്ഛൻ. എന്റെ സീറ്റ് ബെൽറ്റ് എവിടെ ചെയ്ത് കുരുങ്ങിയ എന്തായാലും ഇത് പാവാടയുടെ വള്ളി കണക്ക് കിടക്കും. നോക്കി ഒരു സീറ്റ് ബെൽറ്റ്. അങ്ങനെ വയസ്സായില്ലേ, ഇതിന്റെ ഒരു സന്തോഷം വലുതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഷ്ടപ്പെട്ടാലും നമ്മളത് കൊലച്ച് അതിന്റെ വിളവെടുക്കുന്ന ആ സമയത്ത് നമ്മള് അയ്യോ വാഴ നമ്മള് നോക്കിയതിന്റെ വാഴ. എനിക്ക് അല്ലേലും സന്തോഷാച്ചാ. എനിക്ക് വെട്ടിക്കൊണ്ട് വന്ന് ഞാൻ കഴിക്കുമ്പോഴത്തേക്ക് ഏത് പഴമായാലും ശരി, ആരുടെ പഴം എനിക്കൊരു സന്തോഷമാണ്. ഞാൻ വെച്ചാലും ശരി, ആര് വെച്ചാലും എല്ലാവരുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. മനസ്സിലല്ലേ? ഓക്കെ, ഇതിന് വാഴ വെക്കുന്ന സമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലിപ്പോൾ ഈ പറഞ്ഞ പാവാടയുടെ വള്ളി പോലത്തെ മറ്റേ സീറ്റ് ബെൽറ്റ് എന്നും അല്ലെങ്കിൽ വാഴ വെച്ച് കൊലച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സന്തോഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നെ കമൻറ്റ് ബോക്സ് ഇളകി മറിയാണ്. കാരണം അവർ ഈ സാധനം നേരെ പിടിച്ച് ഇക്വേറ്റ് ചെയ്യുന്നത് ഇവരുടെ പേഴ്സണൽ ലൈഫിലേക്കാണെന്നുള്ളത് വല്ലാത്തൊരു തരം വ്യൂവർഷിപ്പ് തന്നെയാണ്. ഇത് ടോക്സിക്കിൻ്റെ എൻ്റെ വ്യൂവർഷിപ്പ് എന്നേ പറയാനുള്ളൂ. ഈ വാഴ മൂത്ത മകന് പകരം വെച്ചതാവും. പൊട്ടന്മാർ, നീ വാഴക്കൃഷി ചെയ്തിരിക്കുക, പ്രവീൺ വീട് വാങ്ങിച്ചു, നിങ്ങൾ അവരെ കളിയാക്കുന്നു, അവർ അവരുടെ ലൈഫ് സന്തോഷത്തോടെ ജീവിക്കുന്നു, നിനക്കൊരു പെണ്ണ് വരുന്നവരേ ഉള്ളൂ, ബാക്കി കാണാം. സത്യത്തിൽ ഈ അമ്മയും അച്ഛനും പാവമാണെന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ മരുമകൾ ചുളിവിൽ കൂടെയാണ് വഴക്കുണ്ടാക്കുന്നത്. ചേട്ടൻ്റെ കയ്യിലെ പൈസ കണ്ടിട്ട് അവൾ മെല്ലെ അവനെ മാറ്റിയതാണ്. അമ്മേനെയും അച്ഛനെയും അനിയനെയും വെച്ച് പൈസ ഉണ്ടാക്കിയപ്പോൾ അവൾ ചുളിവിൽ കൂടെ വഴക്കുണ്ടാക്കി മാറിയതാണ്. ഇതിനിടയിൽ അതും സംഭവിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇവർ പിടിച്ചിട്ട് ഈ പ്രവീണിൻ്റെ വൈഫിനെയും പിടിച്ച് ഇറക്കിയിട്ടുന്നുണ്ട് നാട്ടുകാർ. കാരണം അച്ഛൻ സപ്പോർട്ട്, അമ്മ സപ്പോർട്ട്, അനിയൻ സപ്പോർട്ട്, അപ്പുറത്ത് ഏട്ടൻ സപ്പോർട്ട്, ഭാര്യ സപ്പോർട്ട്. ഇതാകെ മൊത്തം കോംപ്ലിക്കേറ്റഡ് വ്യൂവർഷിപ്പ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ക്രോസ് വ്യൂവർഷിപ്പ് ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട്. അവിടെ കണ്ടിട്ട് അവിടെ പറയുന്നവരുണ്ട്, ഇവിടെ കണ്ടിട്ട് ഇവിടെ പറയുന്നവരുണ്ട്. ആകെ മൊത്തം നമ്മുടെ നാട്ടിൽ നമ്മൾ പണ്ട് ഇങ്ങനെ കാണില്ലേ, കലിങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം
എന്നെയാണ് സാധാരണ അങ്ങനെ ആൾക്കാർ പറയാറ്, നീ കാറിലിരുന്നിട്ട് ഇങ്ങനെ നാട്ടുകാർ കുറ്റം പറയട്ടെ. എന്നേക്കാൾ വലിയ വെട്ടവളിത്തരമാണ് കമൻറ്റ് ബോക്സിലുള്ള നാട്ടുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? നമ്മൾ പിന്നെയെങ്കിലും കുറച്ചെങ്കിലും എനിക്ക് തോന്നുന്നത് ഈ റിയാക്ഷൻ ചാനലുകൾ ഒരു 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 സാധനം കീപ്പ് ചെയ്യുന്നുണ്ട്. കുറേ പേരൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്, വളരെ മൈന്യൂട്ടായിട്ട് കുറച്ച് പേരുകൾ മാത്രമേ എന്തായുള്ളൂ കുറച്ചൊരു ഡിഫറെൻറ്റ് സാധനം, അതായത് പ്രേക്ഷകരിൽ നിന്ന് കയ്യടി കിട്ടാനോ അല്ലെങ്കിൽ ഒരു കുത്തിത്തിരിപ്പ് പരിപാടിക്കോ പോകുന്നുള്ളൂ. അല്ലാത്ത പക്ഷം പല ആളുകളും വളരെ ഓക്കെ ആയിട്ട് രണ്ട് സൈഡിലൊരു വിഷയം വരണ്ടെന്നുള്ള രീതിയിൽ വളരെ ജെന്യൂനായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പോകുന്നുണ്ട്. പക്ഷെ മോനെ വ്യൂവർഷിപ്പ് ആൻഡ് കമൻറ്റ് ബോക്സ്, അതും പ്രത്യേകിച്ച് ഇവരുടെ ചാനലുണ്ട്, ഒരു പ്രത്യേക ടൈപ്പ്. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഒരു ചാനലിലും ഇങ്ങനത്തെ ഒരു വ്യൂവർഷിപ്പും കമൻറ്റ് ബോക്സും കണ്ടിട്ടില്ല. ഞാൻ എടുക്കാം ഒരു കുഴി അല്ലെങ്കിൽ അമ്മ വരുമ്പോൾ പറയും ഞാൻ ഒന്നും ചെയ്തില്ല, പറഞ്ഞു കൊടുത്തോണം കേട്ടല്ലേ, ഇത് ഞാൻ അടുത്ത കുഴിയാണ്. എനിക്ക് വെട്ടി വലിയ ശീലമൊന്നുമില്ല, എന്നാലും വെട്ടി നോക്കുക. ഈ വീടിന്റെ ചുറ്റുഭാഗം മൊത്തം അച്ഛൻ വാഴ നട്ട് വെച്ചേക്കോട്ടെ. അങ്ങോട്ട് അവിടെ എല്ലാം വാഴ ഇട്ട് വെച്ചേക്കുക. ഇനി ബാക്കിൽ ആ ഒരു പോർഷനിലൂടെ മാത്രമേ വാഴ വെക്കുള്ളൂ. അതെ, ബാക്കി ഇത്രയും വാഴയും കൂടി ഇരിപ്പുണ്ട്. കണ്ണ് ഇതിനകത്ത് എത്ര വട്ടം വാഴ ഇത് പറഞ്ഞിരിക്കും അറിയാൻ വയ്യ. അച്ഛൻ പൊതി അങ്ങനെ കൊണ്ടാ, അച്ഛന് വേറെ പൊതി എനിക്ക് വേറെ പൊതിയാ. അന്നേരം ഞാൻ ഇവിടെ കുറച്ച് പണിയെടുക്കുന്നോണ്ടാണ് എനിക്ക് കുറച്ച് ചോറ്. ഞാനും എടുത്ത് അവിടെ ഒരു കുഴി പോയി നോക്കുന്നുണ്ട്. ആ അച്ഛന്റെ ആണോ എന്റെ ആണോ ടേസ്റ്റ് നോക്ക്. ഇനി ഇങ്ങോട്ടോ വലിയ വായ എന്റത് എങ്ങനുണ്ട്? സൂപ്പർ. നമ്മൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് തിന്നുന്ന ഒരു കാട്ടിലൊക്കെ ഇരുന്ന് കഴിക്കുമ്പോ വേറൊരു വൈബാ, കാട് വൈബ്. ഗായ്സ്, അപ്പൊ നമ്മള് മൊത്തം 4 കുഴി എടുത്തിട്ടുണ്ട് ഇല്ലേ ചാ? 2 ഞാനും അമ്മയും കുഴിച്ചത്, 2 അച്ഛൻ കുഴിച്ചത്. ഇതിങ്ങനെ നടുക ചിക്കൻ മാന്തിയൊക്കെ ഇടാ. പ്രാർത്ഥിക്ക എല്ലാരും, ഇത് നേരെ വരാൻ മോളെ പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക് കാര്യമായിട്ട് പറഞ്ഞതാ. പഴം തിന്നാൻ വല്ല പാടുണ്ടോ? ശരിയാ, ഒരു പഴം തിന്നാനായിട്ട് നമുക്ക് എന്തൊരു എളുപ്പോ, ഒരു വാഴ നടാൻ വേണ്ടിട്ട് എന്തൊരു പാടാ. കുഴി എടുക്കണം, ഈ കന്ന് പോയി മേടിച്ചോണ്ട് വരണം. ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടേച്ചാ, ഈ കന്നില്ലേ, ഇതൊരു വാഴയായിരുന്നല്ലോ, ഈ വാഴ എന്തിനാ വെട്ടിയത്, എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? ആ വാഴ അവിടെ തന്നെ കിളിച്ചത് വലുതായി പഴമായിട്ട് വരൂലായിരുന്നാ? അവർക്കത് ഉണ്ടാക്കി വിറ്റാ പോരെ, അവരെന്തിനാ ഇത് വിൽക്കണം? ഒരു അമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ മക്കളെ പൊക്കിൾക്കുടി ബന്ധോ അത് വേർപെടുത്തൂലേ? പൊക്കിൾക്കുടി ഇത് തമ്മിൽ എനിക്ക് വലിയ ഇത് തോന്നുന്നില്ല. കാരണം കൊല വെട്ടി വാഴ അപ്പൊ ഒരുമിച്ച് തള്ളയും പുള്ളയും ഒരുമിച്ച് നിന്ന കൊല വീണ് വെട്ടിക്കഴിഞ്ഞപ്പോ തള്ള മരിച്ച പിന്നെ അതിനെ വെട്ടിക്കളഞ്ഞില്ലേ, അതിന്റെ കുഞ്ഞുങ്ങള് പിന്നെ അതിന്റെ കുട്ടികളല്ലേ വരുന്നേ, അവിടെ കിടന്ന് വളരൂലേ? അത് ഒരുമിച്ച് നിന്നാ വളരൂലല്ലോ, എനിക്ക് നന്നാവൂല. ഞാൻ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായോ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? അതിന്റെ സൈഡിൽ തന്നെ അത് കിടന്ന് വളർന്ന് കൊലയാവൂലെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കിപ്പോ ഈ കന്ന് കിട്ടിയത്. അച്ഛ ഒരു വാഴ എനിക്ക് നടാൻ താച്ച, അച്ഛ വേണ്ട പറഞ്ഞു തീരുന്നതിന് മുമ്പ് മൊത്തം നട്ട്. ഈ ഒരു വീഡിയോനകത്ത് ഇവർ ഈ വാഴയുടെ ലൈഫ് സ്പാനും അല്ലെങ്കിൽ വാഴ എന്ന് പറഞ്ഞ വാഴ കൃഷിയിൽ വാഴയുടെ കന്ന് എങ്ങനെ ഉണ്ടാവുന്നതെന്നും അങ്ങനെയൊക്കെ പറയുമ്പോൾ പല കാര്യങ്ങളും ഇവർ ഈ എന്താ പറയുക പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധിപ്പിച്ച് നാട്ടുകാരുടെ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ എന്താ അറിയോ, ഞാൻ റിപ്പീറ്റായിട്ട് പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇവിടുത്തെ പല സീരിയൽ ക്രൗഡുകളും സീരിയൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഇവിടുത്തെ കുടുംബ സീരിയലുകൾ കണ്ടിരുന്ന ക്രൗഡിന് ഇപ്പം ഭയങ്കര റിയലായിട്ട് കിട്ടുന്നത്. പക്ഷേ ഭയങ്കര ഏച്ചുകൂട്ടൽ പോലെയാണല്ലോ ഇപ്പോഴത്തെ സീരിയലുകൾ. വലിയ പൊട്ട്, കമ്മൽ, സാരി, റിയൽ ആയിട്ട് ഫീലിംഗ്. പഴയ സീരിയലുകൾ നിങ്ങൾ നോക്കിയോ, കുറച്ചും കൂടി ഒരു റിയാലിറ്റി തോന്നിയിട്ടുണ്ട് സീരിയലുകൾക്ക്. ഈവൺ ഇഫ് അതിൻ്റെ ഡ്രാമ സ്ക്രിപ്റ്റ് സാധനം എല്ലാ പരിപാടിയാണെങ്കിലും അതിൻ്റെ ഒരു എടുക്കുന്ന ഒരു ആംബിയൻസും അതിൻ്റെ സെറ്റും കാര്യങ്ങളും അതിൻ്റെ ഒരു റിയൽ സാധനം ഉണ്ടായിരുന്നു. ഇപ്പം അത് കിട്ടുന്നത് ഇപ്പോൾ ഈ ഫാമിലി വ്ളോഗേഴ്സിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഓഡിയൻസ് ഭയങ്കരമായിട്ട് ഇവർക്ക് ഇൻവോൾവ് ആവുകയാണ് ഇതിനകത്തേക്ക്. ഓക്കെ, ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവും. എനിക്കിത് തോന്നുന്നു ചിലപ്പോൾ ചില ഇവരുടെ റെഗുലർ വ്യൂവേഴ്സിൻ്റെ വീട്ടിനകത്ത് തന്നെ ചിലപ്പോൾ അടി കാണൂടെ, മനസ്സിലായി? ചിലപ്പോൾ വൻ കച്ചറയായിരിക്കും. ചില വീട്ടിൽ അമ്മ എൻ്റെ അനിയത്തിയൊക്കെ ചിലപ്പോൾ മൂത്ത മോൻ പ്രവീണിൻ്റെ ഫാൻസ് ആയിരിക്കും, ചിലപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ചിലപ്പോൾ പ്രണവിൻ്റെ ഫാൻസ് ആയിരിക്കും. ഇതൊക്കെ പറഞ്ഞിട്ട് വൻ കച്ചറകളും ചിലപ്പോൾ ഇവരുടെ ഇടയിൽ നടക്കുന്നുണ്ടാവും. പറയാൻ പറ്റൂലടി, അങ്ങനത്തെ വിഷയങ്ങളും ഉണ്ട്. ഈ കമൻറ്റ് ബോക്സ് നിങ്ങൾ പോയി നോക്കിയാൽ മതി, ടൈം സ്റ്റാമ്പ് വരെ നോട്ട് ചെയ്തിട്ടാണ് ഇവർ ആ കച്ചറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ അമ്മാതിരി ടീമുകൾ ഒന്നും പറയാനില്ല. ലൈക്ക് ഇത്രയും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, ഇത്രയും അടുത്ത കാലത്തൊന്നും ഞാൻ ഇങ്ങനത്തെ ഒരു വ്യൂവർഷിപ്പും കമൻറ്റ് ബോക്സും ഞാൻ കണ്ടിട്ടില്ല. മലയാളം യൂട്യൂബേഴ്സിൻ്റെ ഈ ഡെയിലി വ്ളോഗ് അല്ലെങ്കിൽ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ, ഡേ കണ്ടൻറ്റ് ചെയ്യുന്നവരുടെ ഇടയിൽ ഇത്രത്തോളം ലൈക്ക് എന്താ പറയുക, അത് ഈ ഇഷ്യൂവിന് ശേഷമാണ് കേട്ടോ. ഇഷ്യൂവിൻ്റെ മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇവരെന്ത് ചെയ്താലും ഹായ് 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 ഹായ്.
ഇനിയിപ്പോൾ പ്രവീണാണെങ്കിലും പ്രണവാണെങ്കിലും കോണ്ടന്റ് എടുക്കുന്ന സമയത്ത് ഒന്ന് നോക്കൂ അവർ. പക്ഷെ ഞങ്ങൾ എന്തെടുത്താലും ഇപ്പോൾ ഇത് പണിയാവും, മനസ്സിലായോ? ഇനിയിപ്പോൾ അത് ഒരു എന്താ പറയുക, റവന്യൂ ആണ്, ബിസിനസ്സാണ്, കോണ്ടന്റും കാര്യങ്ങളൊക്കെ അവർ അത്രയും എന്താ പറയുക നോക്കി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, ആ മൈൻഡ് സെറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാനും പറ്റും. കാരണം ഇത്രയും വലിയൊരു മാസീവ് ക്രൗഡിനെ മിസ്ലീഡ് ചെയ്യിക്കാനും അല്ലെങ്കിൽ കൂടുതൽ എൻഗേജ് ചെയ്യിക്കാനൊക്കെ പറ്റും. അതിനും ചിലപ്പോൾ യൂസ് ചെയ്യാം, ഇനിയും ചെയ്യാം. എന്താണെങ്കിലും വ്യൂവേഴ്സിനോടാണ് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ റിയൽ ലൈഫിലേക്ക് ഇതൊന്നും എടുക്കരുത്. ഓക്കെ, അവരവരെ വഴിക്ക് പോട്ട് ഉപദേശവും കാര്യങ്ങളും അതും ഇതും അല്ലെങ്കിൽ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നോക്കി ഇതിങ്ങനെയായിരിക്കും അതങ്ങനെയായിരിക്കും, ഈ കോണ്ടന്റ് ഇതാണ്, വാഴ അവനെയാണ് പറഞ്ഞത്. ഇവരൊക്കെ ഒന്നാവും ലൈഫിൻ്റെ ഒരു സ്റ്റേജിൽ, ഇവരെല്ലാവരും ഒന്നാവും. അന്നിപ്പോൾ ഈ പറഞ്ഞവരും അല്ലെങ്കിൽ ഇതിന് ഈ പറഞ്ഞു പോയി കമൻ്റ് ഇട്ടവർക്കൊക്കെ ചെയ്യുമായിരിക്കും. വേറെ കമൻ്റൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ നിങ്ങൾ ഒന്നായോ, ഓഹോ, മനസ്സിലായ, അത് പറയും, പറയാതിരിക്കുന്നില്ലല്ലോ. എന്താണെങ്കിലും കൊള്ളാം, കോണ്ടന്റ് ആയിട്ട് എടുക്കുക. ഞാൻ വീണ്ടും പറയുന്നു, റീൽ ഈസ് നോട്ട് റിയാലിറ്റി. റിയാലിറ്റി നമ്മളാണ്, നമ്മളുടെ പേഴ്സണൽ ലൈഫാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. അതൊരു റീലുമായിട്ട് തട്ടിക്കാതിരിക്കുക, കമ്പയർ ചെയ്യാതിരിക്കുക. അത് കണ്ടിട്ട് അതാണ് അവരുടെ റിയാലിറ്റി എന്ന് മനസ്സിലാക്കാതിരിക്കുക.